രാത്രി സമയത്ത് വെളുത്ത രൂപം എന്തിനാ ഒന്നിങ്ങനെ വായിന്റെ ഇളങ്ങനെ ഇളകിയാൽ മതി, അപ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ പേടിക്കരുത്, നമ്മൾ എന്ത് കണ്ടാലും പേടിക്കരുത്, ധൈര്യത്തോടുകൂടി നിൽക്കണം. പേടിക്കുമ്പോഴാണ് ഈ മനസ്സിന് ഇളക്കം സംഭവിക്കുന്നത്. പേടിക്കരുത്. ആയത്ത് കുർസി ഓതിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവൻ പേടിക്കണ്ട എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി തങ്ങളുടെ കൈ പിടിച്ചു കൊണ്ടുപോയപ്പോൾ മുത്തുനബി കൊടുത്തൊരു ഉപദേശമാണത്. ആ വീട്ടിന്റെ അകത്ത് ഒരു സങ്കടമില്ലാതിരിക്കാം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളൊരു പിശാചിനെ പേടിക്കണ്ട, ഒരാളെയും നിങ്ങൾ പേടിക്കണ്ട. ആയത്ത് കുർസി ഓതിയിട്ടാണോ നിങ്ങൾ പുറത്തിറങ്ങുന്നത്? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു 40ഓളം ആയത്ത് കുർസിക്ക് 40ഓളം മഹത്വങ്ങൾ പറയുന്നത് കാണാൻ കഴിയും. അതിൽ നിന്നൊരു മഹത്താണ്, നിങ്ങൾ വാഹനത്തിൽ കയറുമ്പോൾ വുദൂകാരായിട്ട് വാഹനത്തിൽ കയറി ആയത്ത് കുർസി ഓതിയിട്ടാണോ നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്? നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളെ. എവിടേക്ക് യാത്ര ചെയ്യാണ് ആയത്ത് കുർസി നിങ്ങൾ ഓതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വല്ലാത്ത കാവലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു അത് പതിവാക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. നിങ്ങൾ ആരെയും ആമീൻ പറയില്ലേ? അള്ളാഹു നമുക്ക് നല്ല തൗഫീക്ക് തരട്ടെ. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആയത്ത് കുർസി ഓതിയിട്ട് പോകണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും ആയത്ത് കുർസി ഓതിയിട്ട് പുറത്തിറങ്ങണം. വീടിന്റെ രാത്രിയൊക്കെ നമ്മള് കഥ കിടക്കും. നല്ല ചൂടായോണ്ട് വാതിലെടുക്കല്ലേ ഉറങ്ങുമ്പോഴൊക്കെ അല്ലേ? നല്ല ചൂടല്ലേ? അള്ളാഹു നമുക്കൊക്കെ ഹൈറായ കാലാവസ്ഥ നിന്ന് നമ്മ അനുഗ്രഹിക്കട്ടെ. വെള്ളത്തിന് ക്ഷാമുണ്ടോ അവിടെ? ഉണ്ടല്ലേ? ഒരു സ്വലാത്തിലി സല്ലല്ലാഹു അലാ മുഹമ്മദ്. നല്ല വെള്ളമാണെങ്കിൽ ഉറക്കെ ചൊല്ലിക്കൊള്ളി. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, സ്വലാത്ത് കൊണ്ട് പരിഹാരമില്ലാത്ത ഒന്നുമില്ല എന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. നീ ചൊല്ലിയ സ്വലാത്തല്ലേ നിന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ട സ്വലാത്തല്ലേ? ഈ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ഉമ്മമാരും ചെറുപ്പക്കാരും മക്കളൊക്കെ ആമീൻ പറയുമ്പോ നീ കബൂൽ തരുമെന്ന പ്രതീക്ഷയാണ്. ഇത് ശഅബാനാണ്, ശഅബാൻ ശഹ്രി, ഇത് എന്റെ മാസമാണെന്ന് പറഞ്ഞിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർത്ത് പിടിച്ച മാസമാണ്. ആ മാസത്തിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് ശുദ്ധമായ വെള്ളം തരണേ നാഥാ. ഈ രാജ്യത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ കുടിവെള്ളമില്ലാതെ ആരെല്ലാം പ്രയാസപ്പെടുന്നുണ്ടോ, മുത്തു തങ്ങളെ കൊണ്ട് അവർക്കെല്ലാം നീ വെള്ളം കൊടുക്കണേ അല്ലാഹ്. മടവൂർ പാപാര ബർക്കത്ത് കൊണ്ട് അവർക്കെല്ലാം ശുദ്ധജലം നീ കൊടുക്കണേ അല്ലാഹ്. അള്ളാഹു നമുക്ക് ആ വലിയ അനുഗ്രഹം തരട്ടെ. എപ്പോഴും നമ്മൾ ദ്വാരിക്കണം. നിങ്ങൾ കണ്ടില്ലേ വാട്സപ്പിലൊക്കെ വെള്ളത്തിന് വേണ്ടി അടികൂടുന്ന രംഗങ്ങളൊക്കെ നമ്മുടെ കേരളത്തില്. അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. എപ്പോഴും ദ്വാ ചെയ്യണം, എപ്പോഴും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, വീട്ടിന് രാത്രി കഥ കിടക്കുന്ന സമയത്ത് വിസ്മി ചൊല്ലിയിട്ട് കഥ കിടക്കണം. വിസ്മി ചൊല്ലിയിട്ട് കഥ കിടച്ചു കഴിഞ്ഞാല് ഇബ്ലീസിന് ആ കഥ തുറക്കാൻ പറ്റൂല എന്നാ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിന് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നിട്ട് മദീനയുടെ പള്ളിയുടെ പുറത്തിരുന്നിട്ട് ഒരു സലാം പറഞ്ഞ്, അസ്സലാമു അലൈക്കും, ഒരു ഒയന്ന സലാം. അപ്പൊ നബി തങ്ങൾ സലാം അടക്കിയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരാം. അപ്പോ വീണ്ടും പറഞ്ഞു. എങ്ങനെ പറഞ്ഞേ? അസ്സലാമു അലൈക്കും. ഒരു ഒയന്ന സലാം ഉണ്ടല്ലോ, നമ്മൾ സലാം പറയുമ്പോൾ എങ്ങനെ പറയാം? അസ്സലാമു അലൈക്കും എന്നൊരാൾ പറഞ്ഞാൽ 10 പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ വേക്കുന്നൊന്നും കേൾക്കണില്ല. നബി മുഹമ്മദ് മുസ്തഫ. ഒരാള് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് 20 പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് 30 പ്രതിഫലമുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നമുക്ക് എത്ര വേണ്ടി? നിങ്ങൾ പറയും. 10, 20, 30 വേണ്ടി? 30. അപ്പൊ നമ്മൾ എങ്ങനെ പറയണം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അത് പതിവാക്കാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ആ 30നെ നിങ്ങൾക്ക് 100 ആക്കാൻ പറ്റും. അതെങ്ങനെ? 30നെ 100 ആക്കണം. എന്താ മാർഗം? 3നെ മായ്ച്ചിട്ട് അവിടെ ഒരു 0 ഇട്ടിട്ട് പുറത്ത് 1 ഇട്ടിരുന്നാൽ മതി. അങ്ങനെയല്ല, 30നെ നമുക്ക് 100 ആക്കാൻ പറ്റും. എങ്ങനെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് മുസാഫത്ത് ചെയ്യണം.
അള്ളാഹു അതിനെ നമുക്ക് തൗഫീക്ക് തരട്ടെ. അപ്പൊ നമ്മൾ ഇനി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഭാര്യയോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു കൈ കൊടുക്കുക. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊരു സന്തോഷാണ്. രണ്ടുപേർക്കും 100 പ്രതിഫലമാണെന്ന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയാം. ഇനി സലാം പറയുമ്പോൾ അങ്ങനെ പറയണം. റബ്ബ് അതിനെ നമുക്ക് തൗഫീക്ക് തരട്ടെ. നോക്കാം അള്ളാഹു ആർക്കൊക്കെ തൗഫീക്ക് തന്നു നോക്കാം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സലാം കൊടുത്താണ്. എല്ലാ ആളുകളും കൈ കൊടുത്താണ്ട് പൂർണ്ണമായിട്ട് പറയണം. എല്ലാവരും ഇൻഷാ അല്ലാഹ്. ഈ ഉപ്പക്കാരൻ കൊടുത്തില്ല, ഉപ്പക്ക മുന്നിൽ കൊടുക്കി കൊടുക്കണം. എല്ലാവരും കൊടുക്കണോ? കൊടുക്കി. ഇപ്പൊ നിങ്ങൾക്ക് എത്ര പ്രതിഫലം കിട്ടി? 30. അപ്പൊ കൈ കൊടുക്കാത്ത ഏതോ കള്ളന്മാരുണ്ടല്ലോ. എത്ര പ്രതിഫലം കിട്ടി? 100. അള്ളാഹുവിന് ജീവിതത്തിൽ പതിവാക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തെരുമാറാവട്ടെ. നമ്മൾ അങ്ങനെ സലാം പറയണം. ചില ആളുകളൊക്കെ ഉണ്ട് വാട്സപ്പിൽ സലാം കേൾക്കുമ്പോ BS ഇട്ടുകാണ്ട് അങ്ങനെ ഒന്നും സലാം പറയരുത്. അങ്ങനെ സാരെയും സലാം അയച്ചാൽ തിരിച്ചങ്ങോട്ട് കൊടുക്കുക BS. അങ്ങനെയല്ല സലാം അയക്കണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ട് പരിപൂർണമായിട്ട് സലാം പറയണം. സലാം എന്നുള്ളത് മിൻ ഇസ്മി, അത് എന്റെ പേരാണെന്ന് അള്ളാഹു പറയാം. സ്വർഗത്തിന് 99 പേരുണ്ട്. 99ാമത്തെ പേരാണ് സലാം. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. സലാമിന്റെ വീട്ടിലേക്ക് അല്ലാഹു നിങ്ങളെ വിളിക്കുകയാണ്. സലാം എന്നുള്ളത് സ്വർഗത്തിന്റെ പേരാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് മുസാഫത്ത് ചെയ്യണം. ഇനി അങ്ങനെ സലാം പറയാൻ പറ്റുള്ളൂ. അള്ളാഹു നമുക്കതിന് സൗഭാഗ്യം തരട്ടെ. അപ്പൊ ഇബ്ലീസ് ലഅനത്തുല്ലാഹി എന്നുകൊണ്ട് പറഞ്ഞ അസ്സലാമു അലൈക്കും എന്ന സലാം അവ നബി തങ്ങൾ സലാം അടക്കിയില്ല. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ സലാം അടക്കുന്നത് തങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ സലാം പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താ തങ്ങൾ സലാം അടക്കാതെ? അപ്പൊ മുത്തനബി പറഞ്ഞു, അത് ഇബ്ലീസ് ആണ് മക്കളെ. ഇബ്ലീസ് ലഅനത്തുല്ലാഹിയാണ്. അങ്ങനെ ഇബ്ലീസ് വന്ന് നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് അന്ന് ഇബ്ലീസിനോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ച്, ആരാ ഇബ്ലീസ്? നിന്റെ കൂട്ടുകാരൻ ആരാ? നിന്റെ ഏറ്റവും വലിയ ശത്രു ആരാ? അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, അൻത, നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ശത്രു. നബി തങ്ങളെ ചൂണ്ടിയിട്ട് പറയാം. പിന്നെ ആരാ? പിന്നെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്ന് തുടങ്ങിയിട്ട് ഓരോ സ്വഹാബത്തിന്റെ പേര് പറഞ്ഞു. അങ്ങനെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചു. നിന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ ആരാ? നിന്റെ താമസം എവിടെയെന്ന് ചോദിച്ചു ഇബ്ലീസിനോട്. അപ്പൊ താമസം എവിടെയെന്ന് ചോദിച്ചപ്പോ ഇബ്ലീസ് 2 സ്ഥലം പറഞ്ഞത്. ഒന്ന് ബാത്റൂമിൽ ഇബ്ലീസ് താമസിക്കുമെന്നാണ്. അതുകൊണ്ടാണല്ലോ നമ്മള് ബാത്റൂമിലേക്ക് കിടക്കുമ്പോ ഏത് കാല് വെക്കണം? ഇടത് കാലില്ലേ? ഏതെങ്കിലും ഒരു കാല് വെക്കണ്ട, എടുത്ത് ചാടാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒരു കാല് വെക്കണം. ആ വെക്കുന്ന കാല് ഏതാണോ ഇടത് കാലാണോ? അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കള് വീട്ടിൽ നിന്ന് ബാത്റൂമിലേക്ക് പോകുമ്പോ ഏത് കാലാ വെക്കലെന്ന് നമ്മൾ നോക്കലുണ്ടോ? നോക്കണം. കാരണം ഇബ്ലീസിന്റെ ഷർറുണ്ടാകും അവിടെ. തല മറച്ചിട്ട് ദിക്ർ ചൊല്ലിയിട്ട് കയറണം. അപ്പൊ ഇബ്ലീസ് പറഞ്ഞ ഒരു മറുപടി, ഞാൻ താമസിക്കുന്നത് ഒന്ന് ബാത്റൂമിലാണ്, രണ്ടാമത്തത് നഖത്തിന്റെ അടിയിലാണ്. നഖം വെട്ടാതെ ആരെങ്കിലും നഖം വളർത്തുന്നുണ്ടോ? നല്ലോണം ശ്രദ്ധിച്ചോളി. ആ നഖത്തിന്റെ ചോട്ടിൽ ആരുണ്ട്? വലിയവരുണ്ട്. അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ നമ്മുടെ മക്കളെ കൈയൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ വിഷയം സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താണ്. പിന്നെയും ഇബ്ലീസ് ലഅനത്തുല്ലാഹിയോട് ചോദിച്ചു, നിന്റെ ഇഷ്ട കൂട്ടുകാരൻ ആരാ? അപ്പൊ പറഞ്ഞു ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇബ്ലീസേ, നിനക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു സംഭവം പറ. ഇബ്ലീസ് ലഅനത്തുല്ലാഹിയെ പറയുകയാണ്, ബിസ്മില്ലാഹ് കൊണ്ട് ആരെങ്കിലും തുടങ്ങുമ്പോ എനിക്ക് പേടിയാണ് നബിയേ, എനിക്ക് പേടിയാണ് നബിയേ, എനിക്ക് പേടിയാണ് നബിയേ. ബിസ്മില്ലാഹ് ആരെന്ത് തുടങ്ങിയാൽ പേടിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വസ്ത്രം ധരിക്കുമ്പോ ബിസ്മില്ലാഹ് മറന്നു പോവണ്ട. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാഹ് മറന്നു പോവണ്ട. വെള്ളം കുടിക്കുമ്പോ ബിസ്മില്ലാഹ് മറന്നു പോവണ്ട. വാഹനത്തിൽ കയറുമ്പോ ബിസ്മില്ലാഹ് മറന്നു പോവണ്ട. വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോ ബിസ്മില്ലാഹ് മറന്നു പോവണ്ട. ഏത് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ബിസ്മില്ലാഹ് മറന്നു പോവണ്ട. പെങ്ങളെ, പാതിരാ സമയത്ത് നമ്മൾ വീടിന്റെ കഥ കിടക്കുമ്പോ ഒന്ന് ബിസ്മി ചൊല്ലിയിട്ട് ആ കഥകിന്റെ കുറ്റിയിടാൻ നമ്മളൊന്ന് ശ്രദ്ധ കാണിക്കാം. കാരണം എന്താണ്? ആ വീട്ടിന്റെ അകത്ത് ഇബ്ലീസിന്റെ പ്രവേശനമില്ലാകുന്ന മുത്ത് തങ്ങളെ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. പിന്നെ ഇബ്ലീസ് പറഞ്ഞ മറ്റൊരു വാക്കാണ്, ആയത്ത് കുർസി ഓതുന്ന സ്ഥലത്തേക്ക് ഞാൻ വരൂല തങ്ങളെ. അല്ലാഹുവേ, അതിന് വലിയ മഹത്വമാണ്, അതിന് വലിയ സ്ഥാനമാണ്. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ മയ്യത്തിന്റെ അനുഭവങ്ങളെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 3 അനുഭവങ്ങളാണ് ഖബറിന്റെ അകത്ത് അനുഭവിക്കുന്നതെങ്കിൽ അല്ലാഹുവേ, വെളുത്തൊരു രൂപം നമ്മുടെ ഖബറിലേക്ക് വരുമ്പോ നമുക്ക് വല്ലാത്ത പേടിയാ. നിങ്ങളാരാണ്? എന്തിനാണ് എന്റെ ഖബറിലേക്ക് നിങ്ങൾ വന്നതെന്തിനാണ്? കാരണം ആരാരുമില്ലാത്ത കുറ്റാക്കൂരിട്ട് നിന്ന ഖബറിന്റെ അകത്ത് ഞാൻ തനിച്ചു കിടക്കുമ്പോ അല്ലാ, ഒരു വെളുത്ത രൂപത്തിൽ നിങ്ങൾ എങ്ങനെ വന്നത് എന്തിനാ? ആ രൂപമല്ല പറയാറ്. പേടിക്കണ്ട മയ്യത്ത്, നീ പേടിക്കല്ല മയ്യത്ത്, നീ പേടിക്കല്ല മയ്യത്ത്. അന അമലുക സ്വാലിഹാ. നിസ്കരിച്ച മയ്യത്ത്, നോമ്പെടുത്ത മയ്യത്ത്, സ്വതന്ത്ര കൊടുത്ത മയ്യത്ത്, ഖുർആൻ ഓതിയ മയ്യത്ത്, തലമുറച്ച മയ്യത്ത്, അല്ലാഹുവിന്റെ പൊരുത്തമുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ആ പടച്ചതമ്പുരാന്റെ പൊരുത്തത്തോടെ മരണപ്പെട്ടു പോയ മയ്യത്തെ, നീ ചെയ്തു പോയ സൽക്കർമ്മങ്ങളാണ് ഞാൻ മയ്യത്തെ, അതുകൊണ്ട് നീ പേടിക്കണ്ട മയ്യത്തെ എന്ന് പറഞ്ഞിട്ട് ഖബറിന്റെ അകത്തേക്ക് വെളുത്തു രൂപം നമ്മെ സഹായിക്കാൻ ഇറങ്ങി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ അത് ഭാഗ്യമല്ലേ ചെറുപ്പക്കാരാ, അത് ഭാഗ്യമല്ലേ പെങ്ങളെ. ഒരുപാട് സുന്നത്ത് നമസ്കരിക്കുക, ഒരുപാട് സ്വലാത്ത് ചൊല്ലുക. വേണ്ട പ്രിയപ്പെട്ടവരെ, സിനിമയെല്ലാം വലിച്ചെറിഞ്ഞിട്ട്, ഹറാമിയത്ത് മുഴുവനും വലിച്ചെറിഞ്ഞിട്ട്, അല്ലാഹുവിന്റെ പൊരുത്തമില്ലാത്ത പ്രവർത്തനങ്ങൾ മുഴുവനും ജീവിതത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞിട്ട് ഒരു സ്വലാഹത്തിലേക്ക് മടങ്ങി വാ പ്രിയപ്പെട്ടവരെ. വേണ്ട ചെറുപ്പക്കാരാ, സിനിമ വേണ്ട ചെറുപ്പക്കാരാ, കല്ല് വേണ്ട ചെറുപ്പക്കാരാ, ഹറാമ് വേണ്ട പ്രിയപ്പെട്ട മക്കളെ. അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് നമ്മുടെ യുവത്വത്തെ വന്ന് കൊടുത്തൂടെ പ്രിയപ്പെട്ടവരെ? എപ്പോഴാണ് റബ്ബിന്റെ വിളിക്കുത്തരം നൽകേണ്ടതെന്ന് പറയാൻ പറ്റുമോ ചെറുപ്പക്കാരാ? അടുത്ത റമദാൻ വരുമ്പോ നമ്മളിലുള്ള ആരൊക്കെയുണ്ടാകുന്ന പറയാൻ പറ്റുമോ കൂട്ടുകാരാ? ഇന്നലെ വരെ തോളത്ത് കൈയിട്ട് നടന്ന എത്രയോ കൂട്ടുകാരെ ഖബറിന്റെ അകത്ത് കിടക്കുന്നില്ലേ? ഇന്നലെ വരെ സ്നേഹിതന്മാരെ പോലെ നടന്ന കൂട്ടുകാരികൾ പെങ്ങളെ എത്രയോ ആളുകൾ ഖബറിന്റെ അകത്ത് കിടക്കുന്നില്ലേ? ഇന്നലെ വരെ നിങ്ങളെ കൂടെ മണിയറക്കകത്ത് കിടപ്പുറ പങ്കിട്ട നിങ്ങളെ പ്രിയപ്പെട്ട ദമനാകുന്ന നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് എത്രയോ ഭർത്താക്കന്മാരെന്ന ഖബറിന്റെ അകത്ത് കിടക്കുന്നില്ലേ? നമ്മുടെ എത്രയോ ഭാര്യമാരെ ഖബറിന്റെ അകത്ത് കിടക്കുന്നില്ലേ? അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ടവമ്മ, എന്റെ എല്ലാമായ പ്രിയപ്പെട്ടവമ്മ ചെന്ന ഖബറിന്റെ അകത്താണ്. എപ്പോഴാണ് വരികയെന്ന് പറയാൻ പറ്റൂല ഉമ്മത്തെ. അസ്റായിൽ എന്ന മാലാഖ ഏതു രൂപത്തിലാണെന്ന് എന്ന് നമ്മുടെ റൂഹിനെ കൊണ്ടുപോകാൻ കടന്നു വരുന്നതെന്ന് പറയാൻ പറ്റൂല. ചിലപ്പോ അസ്റായിൽ വരുന്നത് ശരീരത്തിന്റെ രോഗം തന്നിട്ടായിരിക്കും, ഒരു അപകടത്തിലൂടെയായിരിക്കും, ഒരു തലവേദനയിലൂടെയായിരിക്കും, ഒരു ക്യാൻസറിലൂടെയായിരിക്കും. എങ്ങനെയാണ് നമുക്ക് മരണം നമ്മെ മാടി വിളിക്കുന്നതെന്ന് പറയാൻ പറ്റൂല. അല്ലാഹു തന്ന ആരോഗ്യമല്ല കൊണ്ടുപോകുന്നതിന് മുമ്പ് മടങ്ങി വാ ചെറുപ്പക്കാരാ. അല്ലാഹു യുവത്വം തന്നവരെ, അല്ലാഹു ആരോഗ്യം തന്നവരെ, ആരോഗ്യത്തെ അല്ലാഹു കൊണ്ടുപോകുന്ന സമയം വരൂലേ? അല്ലാഹു തന്ന സൗകര്യങ്ങളെ, അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ, അല്ലാഹു തന്ന അനുഭൂതികളെ ആ റബ്ബ് തിരിച്ചു കൊണ്ടുപോകുന്നൊരു രംഗം നമുക്ക് വരാനില്ലേ? അതിന്റെ മുമ്പേ ഒരുങ്ങുക നമ്മള്, അതിന്റെ മുമ്പേ മടങ്ങുക നമ്മള്. ആരോട് വെറുപ്പില്ലാതെ, ആരോട് വൈരാഗ്യമില്ലാതെ, ആരോട് പിണങ്ങിക്കഴിയാതെ ആ റബ്ബിന്റെ പൊരുത്തത്തിൽ വേണ്ടി പ്രവർത്തിക്കണം നമ്മള്. റബ്ബിൽ നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ.